ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് മണിക ടെക്സ്റ്റ് ബുക്കിൻ്റെ 9th ചാപ്റ്ററായ കവയാമി വയാമി യാമിയുടെ ചാപ്റ്റർ എക്സ്പ്ലനേഷനാണ്. പാർട്ട് 2 നമുക്ക് നോക്കിയാലോ. ദ്വിതീയം ദൃശ്യം, സെക്കൻഡ് സീനാണ്. നഗരപാലക തന്തുവായം പ്രതി, അതായത് വീവറിനോട്, ഭോ കിമേതത് കരോഷി, അതായത് പറയാണ്, ഹേ വീവർ, ഇതെന്താണ് ഈ ചെയ്യുന്നത്? ഹേ നെയ്ത്തുകാരാ, ഇതെന്താണ് ഈ ചെയ്യുന്നത്? തന്തുവായ മഹാശയ, അഹം ത്രടിതാൻ തന്തൂൻ സംയോജയാമി. ഹേ മഹാശയ, ഞാൻ പൊട്ടിയ നൂലുകൾ യോജിപ്പിക്കുകയാണ്. നഗരപാലക കിം പഠിത്തോ അസി, നീ പഠിപ്പുള്ളവനാണോ? തന്തുവായ, അതായത് വീവർ പറയാണ്, ആം അതെ, മയ ഗുരുകുലേ, എന്നാൽ ഗുരുകുലത്തിൽ ശിക്ഷാഗ്രഹിത, അതായത് ശിക്ഷ ഗ്രഹിച്ചിട്ടുണ്ട്, അതായത് ഞാൻ ഗുരുകുലത്തിൽ പോയി വിദ്യ അഭ്യസിച്ചിട്ടുണ്ട്. നഗരപാലക കിം കാവ്യരചനാം ജാനാസി, കാവ്യം രചിക്കാൻ അറിയാമോ? തന്തുവായ പശ്യതു ഏവ ഭവാൻ, അങ്ങ് തന്നെ നോക്കിയാലും. തന്തു സംയോജനെ വ്യഗ്രോ അഹം കഥം കാവ്യം കുര്യാമ, ചരടുകൾ യോജിപ്പിക്കുന്നതിൽ ബിസിയായത് വ്യസ്തനായ ഞാൻ എങ്ങനെയാണ് കാവ്യം രചിക്കുക? നഗരപാലക തർഹി ത്വയാ മയാ സഹ രാജ്യസഭാം ഗന്തവ്യം, അങ്ങനെയെങ്കിൽ നീ എന്നോടൊപ്പം വരേണ്ടതുണ്ട്. എവിടെയാണ്? രാജ്യസഭയിലേക്ക്. അതായത് നഗരപാലകൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ നീ എന്നോടൊപ്പം രാജ്യസഭയിലേക്ക് വരണം. തന്തുവായ പ്രസീദതു ഭവാൻ, അതായത് അങ്ങ് സന്തോഷിച്ചാലും, അതായത് അങ്ങയുടെ ആജ്ഞ പോലെ എന്നുള്ളൊരർത്ഥമാണ് ഇവിടെ വയ്ക്കുന്നത്. തത്ര ഗത്വ കിം കറിഷ്യാമി, എന്നിട്ട് പറയാണ്, അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ എന്ത് ചെയ്യാനാ? ദയസ്വ മൈ ദയസ്വ, ദയ കാട്ടിയാലും, എൻ്റെ മേൽ ദയ കാട്ടിയാലും. തത്ര ഗമനേന മമ കാര്യഹാനി, അതായത് അവിടെ പോയാൽ എൻ്റെ ജോലിയിൽ നഷ്ടമാവും. നഗരപാലക ന അഹം ജാനി, എനിക്കൊന്നും അറിയില്ല. ത്വയാ ഗന്തവ്യമേവ, നീ വരിക തന്നെ വേണം, നീ വന്നേ പറ്റൂ. ഏഷ രാജദേശ, ഇത് രാജാവിൻ്റെ ഉത്തരവാണ്. വിസൃജ കാര്യം, ജോലി വിട്ടേര്, അതായത് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിട്. ജട്ടിതി ആഗച്ഛ, വേഗം വാ, മയാസാക്കം, എന്നോടൊപ്പം. തന്തുവായ, ഇത് കേട്ട വീവർ പറയാണ്, രാജാദേശീതി, രാജാവിൻ്റെ ആദേശമാണ്. ഗന്തവ്യമേവ്, പോകേണ്ട തന്നെയുണ്ട്. നാസ്തി ഉപായ, വേറെ ഒരു ഉപായം ഇല്ല. ചലാമി നഗരപാലക ചലാമി, വരാണ് നഗരപാലക, വരുവാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോടൊപ്പം, അതായത് നഗരപാലകനോടൊപ്പം വീവർ പോവാണ്. തൃതീയം ദൃശ്യം, മൂന്നാമത്തെ സീനാണ്, മൂന്നാമത്തെ ദൃശ്യമാണ്. രാജ്യസഭയുടെ ദൃശ്യം തന്നെയാണ്. സർവേ യഥാപൂർവം ഉപവിഷ്ടാഹ, എല്ലാവരും എങ്ങനെയാണോ ഇരുന്നിരുന്നത് അതേപോലെ ഇരിക്കുകയാണ്. നഗരപാലക പ്രവിശ്യ മഹാരാജ്, അതായത് നഗരപാലകൻ പ്രവേശിച്ചിട്ട് പറയാണ്, മഹാരാജ്, ഹേ മഹാരാജാവേ, അനീതോ അയം കുബിന്ദ, ഞാൻ വീവറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അയം കാവ്യം കർത്തും ന ജാനാതി, ഇയാൾക്ക് കാവ്യം രചിക്കാൻ അറിയില്ല. ഭോജരാജൻ പറയാണ്, കുബിന്ദം പ്രതി, അതായത് വീവറിനോട്, എന്താ പറഞ്ഞേ? ബോഹു ത്വം കാവ്യം കർത്തും ന ജാനിഷേ, ഹേ വീവർ, നിനക്ക് കാവ്യം രചിക്കാൻ അറിയില്ല. അതുകൊണ്ട് രാജകോശാത് ധനം ഗ്രഹിത്വ കവചിതന്യത്ര പ്രസ്ഥാനം കുരു, അതായത് രാജഖജനാവിൽ നിന്ന് ധനം ഗ്രഹിച്ച് വേറെ എവിടെയെങ്കിലും പോയിക്കോളൂ. തവ ഗൃഹേ, നിന്റെ വീട്ടിൽ, ഏഷ പണ്ഡിതവരഹ, ഈ പണ്ഡിതവര്യൻ, സകുടുംബ
സഹ സ്ഥാസ്യതി, കുടുംബത്തോടൊപ്പം താമസിക്കും. തന്തുവായഃ, ഇത് കേട്ട ബീവർ പറയാണ്, രാജൻ, ഹേ മഹാരാജാവേ, രാജനിയമഃ തു മയാ പാലനീയഃ ഏവ. അതായത് രാജനിയമം എന്നാൽ പാലിക്കപ്പെടേണ്ടതുണ്ട്, അത് ഞാൻ പാലിക്കുക തന്നെ വേണം. തഥാപി ശ്രൂയതാം മമ ഏകം നിവേദനം, എന്നാലും ഒന്ന് കേട്ടാലും എൻ്റെ ഒരു റിക്വസ്റ്റ്. ഭോജരാജഃ ത്വരിതം ബ്രൂഹി, പെട്ടെന്ന് പറയൂ. തന്തുവായഃ, ബീവർ പറയാണ്, മഹാരാജ്, ഹേ മഹാരാജാവേ, തന്തുവായനം മമ വ്യവസായഃ, തുണി നെയ്യുന്നതാണ് എൻ്റെ വ്യവസായം, എൻ്റെ തൊഴിൽ. അഹം രാത്രിന്ദിവം പരിശ്രമ്യ അനേന വ്യവസായേന ജീവിക്കാം ആർജയാമി. അതായത് വീവർ പറയാണ്, ഞാൻ രാത്രിയെന്നും പകലൊന്നും ഇല്ലാതെ പരിശ്രമിച്ചിട്ടാണ് ഈ ഒരു തൊഴിലിലൂടെ എൻ്റെ ജീവിതമാർഗം നേടുന്നത് എന്ന്, ജീവിക്കാനുള്ള മാർഗം ത്തിനായിട്ടുള്ളത് നേടുന്നത് എന്ന്. കാവ്യരചനായാം മഹാകവിതുല്യഃ മമ അഭ്യാസഃ നാസ്തി. കാവ്യരചനയിൽ മഹാകവികളെപ്പോലെ എനിക്ക് പ്രാക്ടീസ് ഇല്ല, അവരെ പോലെ എന്തായാലും എനിക്ക് കാവ്യം രചിക്കാനായിട്ട് സാധിക്കുകയില്ല. തഥാപി, എന്നാലും കിഞ്ചിത് നിവേദയാമി, ചിലത് റിക്വസ്റ്റ് ചെയ്യുന്നു. ശ്രോതുമർഹന്തി ഭവന്തഃ, അങ്ങൊന്ന് കേട്ടാലും എന്ന് പറഞ്ഞിട്ട് പറയാണ്, കാവ്യം കരോമി നഹി ചാരുതരം കരോമി, യത്നാത് കരോമി യദി ചാരുതരം കരോമി, ഭൂപാലമൗലി മണി മണ്ഡിത പാദപീഠ, ഹേ സാഹസംഗ കവയാമി വയാമി യാമി. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയൊന്ന് നോക്കാം. അതായത് ഇവിടെ പറയാണ്, അഹം കാവ്യം കരോമി, ഞാൻ കാവ്യം രചിക്കുന്നു. ചാരുതരം നാഹി കരോമി, മനോഹരമായിട്ടല്ല ചെയ്യുക. യദി യത്നാൻ കരോമി, ഇപ്പോൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ചാരുതരം കരോമി, നന്നായിട്ട് തന്നെ ചെയ്യും, മനോഹരമായി ചെയ്യും. ഹേ ഭൂപാല മൗലി മണി മണ്ഡിത പാദപീഠ, ഹേ രാജാവിൻ്റെ കിരീടങ്ങളിൽ പതിപ്പിച്ച രത്നങ്ങളാൽ സുശോഭിതനായ പാദപീഠം ഉള്ളവനെ, അതായത് എല്ലാ രാജാക്കന്മാരും അവരുടെ കിരീടം രാജാവിൻ്റെ പാദങ്ങളിൽ, അതായത് പാദങ്ങൾ വെക്കുന്ന ആ പാദപീഠത്തിൽ അർപ്പിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ആ രാജാവിന് അത്രത്തോളം റെസ്പെക്റ്റ് ഉണ്ട്, മറ്റുള്ള രാജാക്കന്മാർ ആ രാജാവിന് അത്രത്തോളം റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്, ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഹേ സാഹസംഗ, ഹേ ധൈര്യത്തിൻ്റെ പ്രതീകമേ, കവയാമി വയാമി യാമി, കവിത രചിക്കുന്നു, തുണി നെയ്യുന്നു, ഞാൻ പോകുന്നു, അതായത് പോകുന്നു. ഭോജഃ, ആട്ടെ ഭോജ മഹാരാജാവ് എന്താ പറഞ്ഞേ? സാധു ഗോവിന്ദ്, സാധു, വളരെ നല്ലത്. നെയ്ത്തുകാര, വളരെ നല്ലത്. കീദൃശി ലാളിത്യപൂർണ പദയോജന, എത്ര മനോഹരമായ പദയോജനയാണ്, പദങ്ങൾ പ്രയോഗിച്ചിരിക്കുകയാണ്. കവയാമി വയാമി യാമി, കവിത രചിക്കുന്നു, തുണി നെയ്യുന്നു, പോകുന്നു. ധന്യോ അസിത്വം, നിങ്ങൾ ധന്യനാണ്. അതായത് ഭോജമഹാരാജാവ് പറയാണ്, നിമിഷ നേരം കൊണ്ട് തന്നെ മനോഹരമായ പദപ്രയോഗത്താൽ അങ്ങ് ഒരു കവിത രചിച്ചിരിക്കുന്നു. അതോ കവിത രചിക്കുന്നു, തുണി നെയ്യുന്നു, പോകുന്നു എന്ന്. അങ്ങ് ധന്യനാണ്, അങ്ങ് ധന്യൻ തന്നെയാണ്. അഹമപി ആത്മാനം ധന്യം മന്യേ, ഞാനും സ്വയത്തെ ധന്യനായി കരുതുന്നു. യസ്യ രാജ്യേ തന്തുവായാഹ കുംഭകാരാഹ അയസ്കരാഹ ശില്പിനഃ ശ്രമികാഃ അപി ലളിതാം കാവ്യരചനാം കുർവന്തി. ഏത് രാജ്യത്താണോ വീവേഴ്സും പോട്ടേഴ്സും ബ്ലാക്ക് സ്മിത്ത്, ക്രാഫ്റ്റ്സ്മാൻ, ഈവൻ വർക്കേഴ്സ് പോലും ലളിതമായി കാവ്യരചന ചെയ്യുന്നത്. അതായത് രാജാവ് പറയാണ്, ഏത് രാജ്യത്താണോ വീവേഴ്സും പോട്ടേഴ്സും ബ്ലാക്ക് സ്മിത്തും ക്രാഫ്റ്റ്സ്മാനും ഈവൻ വർക്കേഴ്സ് പോലും
ലളിതമായി കാവ്യരചന ചെയ്യുന്നത് ആ രാജ്യത്തെ രാജാവായതിൽ ഞാൻ എന്നെ തന്നെ ധന്യനായി കരുതുന്നു എന്ന്. ഓക്കെ. തന്തുവായം പ്രതി വീവറിനോട് പറയാണ്, ഭോ ഹേ വീവർ, ഹേ നെയ്ത്തുകാര, കവിവർ, ഹേ കവിവര്യ, ഗൃഹാണ പുഷ്കലം സ്വർണമയം പാരിതോഷികം. അതായത് പറയാണ്, സ്വർണ പുരസ്കാരങ്ങൾ വാങ്ങിച്ചാലും. നിജം ആവാസം ച പ്രയാഹി. എന്നിട്ട് എന്താണ്? അതെടുത്ത് സ്വന്തം വീട്ടിലേക്ക് പൊയ്ക്കോളൂ. പോയാലും. മന്ത്രിണം പ്രതി. എന്നിട്ട് മന്ത്രിയോട് പറയാണ്, പണ്ഡിതഃ ലക്ഷ്മീധരഃ മമ രാജഭവനെ വാസയിതവ്യഃ യാവത് അപരാ വ്യവസ്ഥ ന ഭവതി. രാജാവ് മന്ത്രിയോട് പറയാണ്, പണ്ഡിതനായ ലക്ഷ്മീധരനെ എൻ്റെ രാജഭവനത്തിൽ തന്നെ താമസിപ്പിച്ചാലും വേറെ ഒരു സൗകര്യം ഉണ്ടാവുന്നിടം വരെ. രാജ തന്തുവായായ സ്വർണമുദ്രാഹ അർപ്പയതി. രാജാവ് ആ വീവറിന്, ആ നെയ്ത്തുകാരന് സ്വർണ്ണ നാണയം അർപ്പിച്ചു, കൊടുത്തു. തന്തുവായാഹ പാരിതോഷികം പ്രാപ്യ. വീവറും എന്താണ് പാരിതോഷികം പ്രാപ്തമാക്കിയിട്ട് പ്രസന്നവദനഃ സന്തോഷമുഖത്തോടെ, വളരെ സന്തോഷത്തോടെ രാജാനം അഭിവാദ്യ, രാജാവിനെ പ്രണാമം പറഞ്ഞ് ഗൃഹം പ്രയാത്തി, എന്നിട്ടങ്ങ് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഈ നാടകം അവസാനിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. അത് ഞാൻ ക്ലിയർ ആക്കി തരാം. വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൊണ്ടൊന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു.